Hi friends, Andro Creationsile പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിന്റ്സും അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. ഓക്കേ, അതായത് നമ്മുടെ ഫോണിന്റെ ലൗഡ് സ്പീക്കറിൽ പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ വരാറുണ്ട്. ഒന്നുകിൽ നമ്മുടെ ഫോണിൽ ലൗഡ് സ്പീക്കർ ഒന്നും തന്നെ കേൾക്കാതെ വരിക, ചിലപ്പോൾ കേൾക്കാം, ലൗഡ് സ്പീക്കർ വഴി നമുക്ക് സൗണ്ട് കേൾക്കാം, പക്ഷേ വളരെ കുറച്ച് സൗണ്ട് മാത്രമേ, വളരെ കുറഞ്ഞ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ചിലപ്പോൾ സൗണ്ട് കേട്ടാലും ഒരു ചിലമ്പിച്ചൽ സൗണ്ട്, ഒരു നോർമലായിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കില്ല കേൾക്കുന്നത്, ഒരു അബ്നോർമൽ സൗണ്ടുകളൊക്കെ കയറി വരും, ഒരു ചിലമ്പിച്ചൽ സൗണ്ട്, അങ്ങനത്തെയൊക്കെ പല ഇഷ്യൂസുകളും നമ്മുടെ ഫോണിൻ്റെ ലൗഡ് സ്പീക്കർ സംബന്ധമായിട്ട് വരാറുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ലൗഡ് സ്പീക്കർ സംബന്ധമായിട്ട് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, മുഴുവനായിട്ടും കാണുക. ഇതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മുഴുവനായിട്ട് കാണാൻ പറയുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ, ഇത് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. ഇത് ബാറ്ററി ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് വന്നത്. അതായത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ബാറ്ററി വീർത്തിരിക്കുകയായിരുന്നു. ബാറ്ററി ചേഞ്ച് ചെയ്തു. അതോടൊപ്പം തന്നെ വേറൊരു പ്രോബ്ലംസ് കൂടി കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ സ്പീക്കർ പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല. അതായത് ഒരു ചിലമ്പിച്ച സൗണ്ട്, ഒരുമാതിരി പ്രോപ്പറായിട്ടുള്ളൊരു സൗണ്ട് അല്ല, ഒരു ചിലമ്പിച്ച സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ്, ഇതിലൊരു ചിലമ്പിച്ച സൗണ്ടാണ്, പ്രോപ്പറായിട്ടുള്ള സൗണ്ട് അല്ല കിട്ടുന്നത്, ഒരു ചിലമ്പിച്ച പോലെ സൗണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മുടെ ഫോണിൻ്റെ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ റിംഗർ, മിക്ക ഫോണുകളിലും ഇപ്പോൾ താഴെയാണ് ലൗഡ് സ്പീക്കറിൻ്റെ ഒരു പോകാൻ വരുന്നത്, ബാക്കിലൊക്കെ വരുന്നതുകൊണ്ട് ഫോണിൻ്റെ ബാക്കിലും സ്പീക്കർ വരുന്ന ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൗഡ് സ്പീക്കർ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് ലൗഡ് സ്പീക്കർ പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല, സൗണ്ട് കുറഞ്ഞ് കേൾക്കുക, ചിലമ്പിച്ച സൗണ്ട് കേൾക്കുക, ഒട്ടും തന്നെ കേൾക്കാതെ വരിക, അത്തരം പ്രോബ്ലംസുകൾ, ലൗഡ് സ്പീക്കർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് റിപ്പയറുമായി ബന്ധപ്പെട്ട്, അതായത് നിങ്ങൾ ആദ്യം ഷോപ്പിൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അത് റെഡിയാക്കുന്ന രീതിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ചില ഫോണുകളിൽ മുകളിലായിരിക്കും, ചില ഫോണുകളിൽ താഴെയായിരിക്കും. അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ലൗഡ് സ്പീക്കറിൻ്റെ ഹോളുകൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് കണ്ട, ഇവിടെ ലൗഡ് സ്പീക്കറിൻ്റെ ഹോളുകൾ കണ്ട, ഇതേപോലെ ഹോളുകൾ കാണാൻ സാധിക്കും. ഈ ഹോള് പൊടിയൊക്കെ കയറിയിട്ട് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം, ലൗഡ് സ്പീക്കർ പ്രോപ്പറായിട്ട് കേൾക്കാതെ വരികയും സൗണ്ട് വളരെ പ്രോപ്പറായിട്ട് കേൾക്കാതെ വരികയും ചിലപ്പോൾ ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ പിന്നോ അത് എന്തെങ്കിലും എടുത്തിട്ട് ഈ ഒരു ഹോളിനകത്തുള്ള പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരുപാട് കുത്തി അകത്ത് കയറ്റാതെ ചെറുതായിട്ട് മാത്രം കയറ്റി ആ ഒരു പൊടി മാത്രം, ജസ്റ്റ് പൊടിയോ അഴുക്കുണ്ടെങ്കിൽ അത് മാത്രം ജസ്റ്റ്, ഇവിടെ പൊടി ഇഷ്ടംപോലെ പൊടിയുണ്ട്, അപ്പോൾ പൊടി മാത്രം ഇളക്കി ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ ബ്രഷ് ഉപയോഗിച്ച്, നമ്മുടെ പല്ല് തേക്കിനൊക്കെ ബ്രഷ് ഉപയോഗിക്കാം, പക്ഷേ വെള്ളം കാണല്ലേ, പൂർണ്ണമായിട്ടും ഡ്രൈ ആയിരിക്കണം. ആ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, താഴോട്ട് തട്ടി തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊടിയൊക്കെ വെളിയിൽ പോയതിനു ശേഷം ക്ലീൻ ആവുകയും സ്പീക്കർ പ്രോപ്പറായിട്ട് കേൾക്കുകയും ചെയ്യും, സൗണ്ട് പ്രോപ്പറായിട്ട് വെളിയിൽ വരികയും ചെയ്യും. ഇത് അടഞ്ഞിരുന്നാൽ സൗണ്ട് വെളിയിൽ വരത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്തിട്ട് നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല, ആ ഒരു ചിലമ്പിച്ച സൗണ്ടോ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ പ്രോബ്ലംസോ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് കവർ ഓപ്പൺ ആക്കുക. ഓക്കെ, ബാക്ക് കവർ ഓപ്പൺ ആക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി ഇതിൽ സ്ക്രൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രൂ ഇളക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തനിയെ ഈ സ്ക്രൂ ഇളക്കി ഇത് കവർ പുറത്തെടുക്കാവുന്നതാണ്. കവർ പുറത്തെടുക്കുന്ന രീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഇല്ല, നമുക്ക് ഈ ഷോപ്പിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ഒരു കവർ പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ലൗഡ് സ്പീക്കറിൻ്റെ അവിടെ ഒരു ചെറിയ നെറ്റ് വന്നിരിക്കുന്നത് കാണാം. ഇതാണ് ലൗഡ് സ്പീക്കർ വരുന്ന ഒരു റിംഗർ ബോക്സ് എന്ന് പറയും. ഈ ഒരു റിംഗർ ബോക്സിൻ്റെ ഇവിടെ ആയിട്ട് ഒരു നെറ്റ് വന്നിരിക്കുന്നത്. ഇതും മിക്കവാറും ഒക്കെ അടഞ്ഞ് പൊടിയെ കയറി അടഞ്ഞിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് PCB ക്ലീനറോ അല്ലെങ്കിൽ ടിന്നറൊക്കെ നല്ല ബെസ്റ്റ് ക്ലീനിങ് സൊല്യൂഷനാണ്. PCB ക്ലീനർ ആയാൽ മതി, അല്ലെങ്കിൽ ടിന്നർ എടുക്കുക. ടിന്നർ എടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് കൊണ്ട് ചെറുതായിട്ട് മുക്കിയിട്ട് ജസ്റ്റ് ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് തടവി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെറ്റിൻ്റെ അവിടെയുള്ള പൊടിയും അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ പോകും. അത് ക്ലീൻ ചെയ്ത് അത് പോകുമ്പോൾ തന്നെ ആ ഒരു പ്രോബ്ലംസ് മാറി കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ക്ലീനിങ് മെയിനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ചെയ്തിട്ടും പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്തിട്ടും പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ റിംഗർ ചെക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ റിംഗർ ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ റിംഗർ ബോക്സ് നമ്മൾ വെളിയിലെടുക്കണം. ഇതാണ് റിംഗർ ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റിംഗർ ബോക്സ്. ഇതാണ് നമ്മുടെ റിംഗർ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ആ ഒരു സ്പീക്കർ വർക്ക് എടുക്കുന്ന മിക്കവാറും ഈ റിംഗർ ബോക്സിലായിരിക്കും കാണുന്നത്. അതായത് ഇതാണ് റിംഗർ ബോക്സ്. ഇതിന് റിംഗർ ബോക്സ് എന്ന് പറയും. ഇത് സെറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതാണ് റിംഗർ ബോക്സ്, ഇത് സ്പീക്കർ, ഇതാണ് റിംഗർ അല്ലെങ്കിൽ സ്പീക്കർ എന്ന് പറയുന്നത്. ഇതിൻ്റെ നോബ് കണ്ട്, ഇതിലൊരു 2 നോബ് കാണും, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2 നോബ് ഉണ്ടാവും. ഈ നോബ് ഈ ഒരു സ്പീക്കറിൻ്റെ ഇതിലൊരു ഫോണിൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ വന്നിട്ട് അവിടെ ഇത് കണക്ട് ചെയ്യുന്ന 2 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ കാണാൻ സാധിക്കും, 2 നോബ് കാണാൻ സാധിക്കും.
കണ്ടോ ഇവിടെ 2 നോബ് കാണാൻ സാധിക്കും. ഈ ഒരു നോബിൽ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഇത് മടങ്ങിയിരുന്നിട്ട് ഇത് വർക്ക് ചെയ്യാത്ത രീതിയിൽ, ഇത് ടച്ച് ആവാത്ത രീതിയിൽ വരും. അങ്ങനെ ടച്ച് ആവാതെ വരുന്നാലും സ്പീക്കർ വർക്കാകത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് മടങ്ങി ടച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പിന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ ഈ നോബ് വന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ബോർഡിലായിരിക്കും വന്നിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്പീക്കറിലായിരിക്കും വന്നിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഫംഗസോ ക്ലാവോ ഒക്കെ പിടിച്ച് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടിയില്ലെങ്കിലും പല പ്രോബ്ലംസ്, റിംഗർ സംബന്ധമായിട്ടുള്ള പല പ്രോബ്ലംസ്, സ്പീക്കർ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് സംബന്ധമായിട്ടുള്ള പല പ്രോബ്ലംസ് വരും. അപ്പോൾ ഇവിടെയും ഒന്ന് ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് പൊക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും പല ഫംഗസും ഉണ്ടെങ്കിൽ, ഇത് ടച്ചാണ് കോൺടാക്റ്റ് കിട്ടുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്പീക്കർ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ സഹായം ആവശ്യമാണ്. മൾട്ടിമീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിമീറ്റർ നമ്മുടെ ബസർ മോഡിൽ ഇടുക. ഓക്കെ, ബസർ മോഡ് ഇവിടെയാണ് ബസർ മോഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൾട്ടിമീറ്ററിൻ്റെ നോബും തമ്മിൽ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ മൾട്ടിമീറ്റർ ബസർ മോഡിലാണെന്ന് മനസ്സിലാക്കാം. ബസർ ബോർഡിലാക്കിയ ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഈ 2 ലൈനും തമ്മിൽ ഇവിടെ ടച്ച് ആവുന്ന 2 ലൈനും തമ്മിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബീപ്പ് സൗണ്ടും കേൾക്കണം. അതുപോലെ തന്നെ 8 മുതൽ 12 വരെയുള്ള ഒരു വാല്യൂ കിട്ടുകയും ചെയ്യണം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ 8 കാണാൻ സാധിക്കും. 8 കുഴപ്പമില്ലാത്ത ഒരു വാല്യൂയാണ്. 8 മുതൽ 12 ഒരു വാല്യൂ കിട്ടണം. 8, 9, 10, 11, 12 ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ അതിൽ കൂടുതൽ 12 കൂടുതലാവുകയോ അല്ലെങ്കിൽ 8 താഴെ വരികയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്കർ മാറേണ്ടതായിട്ടാണ്, ഈ റിംഗർ മാറേണ്ടതായിട്ടാണ്. ഓക്കെ, ഈ 8 താഴെയാണെങ്കിലോ 12 മുകളിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്കർ മാറേണ്ടതാണ്. ഇത് 8 കാണിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്പീക്കർ തന്നെയാണ്. പക്ഷേ എന്നിട്ടും ഈ ഒരു പ്രോബ്ലംസ് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ റിംഗർ മാറി നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോർഡ് സംബന്ധം ഈ പറഞ്ഞ ഈ ഒരു ചില ഫോണുകളിൽ സബ് ബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും മെയിൻ ബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടൊക്കെ ഈ പ്രോബ്ലംസ് വരും, സൗണ്ട് സംബന്ധമായിട്ട് ഇഷ്യൂസ് വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത്രയും ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു റിംഗർ മാറി നോക്കുക എന്നുള്ളതാണ്. റിംഗർ മാറിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾക്ക് ബോർഡിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ബോർഡിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു റിംഗർ മേടിച്ചിട്ടുണ്ട്, ഞാൻ ആ റിംഗർ ഇട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് പുതിയൊരു റിംഗറാണ്, ഇത് പഴയ റിംഗർ, ഇത് പുതിയ റിംഗറാണ്. അപ്പോൾ ഇതിൽ ബാക്കി വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ഇത് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇളക്കി അതേപോലെ വെച്ച് 2 സ്ക്രൂ ഇട്ട് മുറിക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ സ്ക്രൂസും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് മുറിക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സോൾഡറിങ്ങോ അല്ലെങ്കിൽ അയൺ ഗണ്ണോ ഒന്നും ആവശ്യമില്ല. ഇതിട്ട് സ്പീക്കർ ഇട്ട് മുറിക്കുക മാത്രം മതി. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, നല്ല പ്രോപ്പറായിട്ട് തന്നെ സ്പീക്കർ വർക്കാവുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നല്ല പ്രോപ്പറായിട്ട് തന്നെ സ്പീക്കർ വർക്കാവുന്നുണ്ട്. നല്ല രീതിയിൽ സൗണ്ടും ഉണ്ട്, മറ്റു കാര്യങ്ങളുമുണ്ട്. യാതൊരു പർദർച്ചയോ യാതൊരു കാര്യം തന്നെ ഇല്ല. ഇതിൻ്റെ സ്പീക്കറിൻ്റെ പ്രോബ്ലംസ് തന്നെയായിരുന്നു. നമ്മളിതിൻ്റെ സ്പീക്കർ റിംഗർ മാറിയപ്പോഴത്തേക്കും പ്രോബ്ലംസ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. റിംഗർ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മാറാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസുകളിൽ ബാക്ക് കവർ പൊളിക്കുന്നതും ഗ്ലാസ് പൊളിക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പൊളിച്ച് റിംഗർ മാറാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറാവുന്നതാണ്. ഈ റിംഗർ ബോക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ ഫോണിന്റെ റിംഗർ ബോക്സ്, അതായത് ലൗഡ് സ്പീക്കർ വരുന്ന ആ ഒരു ബോക്സ് മാറുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫോണിന്റെ ലൗഡ് സ്പീക്കർ സംബന്ധമായിട്ടുള്ള 90% പ്രോബ്ലംസും ഈ ഒരു റിംഗർ ബോക്സ് മാറുന്നതോടുകൂടി തന്നെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ഈ ഒരു റിംഗർ ബോക്സ് മാറിയിട്ടും ഈ റിംഗർ ബോക്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടും നിങ്ങളുടെ പ്രോബ്ലംസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സബ് ബോർഡോ അല്ലെങ്കിൽ മെയിൻ ബോർഡോ, അതായത് മദർ ബോർഡോ അല്ലെങ്കിൽ മെയിൻ ബോർഡ് സബ് ബോർഡ് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഉണ്ട്, B2B സ്ട്രിപ്പ് എന്ന് പറയും. അതിന്റെ കംപ്ലൈന്റ് കൊണ്ടൊക്കെ ഈ ഒരു പ്രോബ്ലംസുകൾ വരാനുള്ള ലൗഡ് സ്പീക്കർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സബ് ബോർഡ് സംബന്ധമായിട്ടുള്ളതോ മദർ ബോർഡ് സംബന്ധമായിട്ടുള്ളതൊക്കെ പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അത്തരം പ്രോബ്ലംസുകൾ നിങ്ങൾ ലൗഡ് സ്പീക്കറിന്റെ റിംഗർ ബോക്സ് മാറുന്നവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യന്റെ കൈ കൊടുത്ത് ശരിയാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% പ്രോബ്ലംസും ഈ ഒരു ലൗഡ് സ്പീക്കറിന്റെ ആ ഒരു റിംഗർ ബോക്സ് മാറുന്നതോടുകൂടി പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.